Hello all, welcome everyone to the third episode of Study Abroad Unfiltered. So നമ്മളുടെ കൂടെ ഇന്ന് ഗസ്റ്റായിട്ട് കീർത്തനയാണുള്ളത്. കീർത്തന സ്പാൻ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷനിലെ ഡയറക്ടറാണ്. സ്പാൻ ഇൻ്റർനാഷണൽ 5000+ സ്റ്റുഡൻസിനെ അബ്രോഡ് പഠിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കൺസൾട്ടൻസിയാണ്. സോ once again welcoming you, Keerthana. How are you doing? Thank you so much. I am doing wonderful. Thank you for having me once again. I'm really excited for what we are going to discuss today. ഇപ്പോൾ നമ്മളുടെ കഴിഞ്ഞ 2 എപ്പിസോഡ്സിലും നമ്മൾ കൂടുതലും ചർച്ച ചെയ്തിട്ടുള്ളത് ഫ്രീ എഡ്യൂക്കേഷനെ കുറിച്ചായിരുന്നു. പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ എങ്ങനെ പഠിക്കാം, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പിസോഡ് 1 and 2 നമ്മൾ കണ്ടിരുന്നു. സോ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മറ്റ് കൺട്രീസ് ഏതൊക്കെയാണ്. ഇപ്പോൾ ജർമ്മനി, ഓസ്ട്രിയ അല്ലാതെ ഹംഗറി, ലിത്വാനിയ, ലാറ്റ്വിയ, ന്യൂസിലൻഡ്, അതുപോലെ കുറേ അധികം കൺട്രീസിനെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ജനറലി കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് സജഷൻസ് നമുക്ക് വന്നിട്ടുള്ളത്, അതും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും ഇതൊരു മസ്റ്റ് വാച്ച് എപ്പിസോഡാണ്. ബിക്കോസ് ഓൾ ടുഗെദർ എല്ലാ കൺട്രീസിനെ കുറിച്ചും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. സോ വൺസ് അഗൈൻ വെൽക്കം ടു എപ്പിസോഡ് 3 ഓഫ് സ്റ്റഡി അബ്രോഡ് അൺഫിൽറ്റേർഡ് വിത്ത് കീർത്തന. സോ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മളുടെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കാം. ബിക്കോസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഓഡിയൻസും അവരുടെ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവർ ചോദിച്ചിട്ടുള്ള ഒരു മേജർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫ്രീ ആയിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ നമുക്ക് പാടാണോ? ബേസിക്കലി ഒരു 80% അബോവ് ഉള്ളവർക്കേ കിട്ടുള്ളൂ എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. സോ അങ്ങനെ വല്ലതും ഉണ്ടോ, അതോ നമുക്ക് മാർക്ക് ഒരു പ്രശ്നമല്ല എന്നുണ്ടോ? ശരിക്കും ഇതൊരു തെറ്റായ ധാരണയാണ്. അതായത് ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടണമെങ്കിൽ 80-90% ഒക്കെ അബവ് മാർക്സ് വേണമെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ബാച്ചിലേഴ്സിന് 50% അബവ് മാർക്സ് ഉണ്ടെങ്കിൽ ആൻഡ് IELTS 6 കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കോഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. ജർമ്മനിയിൽ നമുക്കൊരു 300-ൽ പരം പബ്ലിക് യൂണിവേഴ്സിറ്റീസ് തന്നെയുണ്ട്. പക്ഷെ അതിൽ എല്ലാ യൂണിവേഴ്സിറ്റീസിലും കിട്ടണം എന്നല്ല, നമ്മളുടെ മാർക്കിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റി ആൻഡ് കോഴ്സ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് അഡ്മിഷൻ എടുത്ത് തരാൻ പറ്റും. IELTS 7 ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ട്. കറൻ്റ്ലി മാർച്ച് ഇൻടേക്ക് ഓപ്പൺ ആണ്. January 15 ആണ് ഡെഡ് ലൈൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ അപ്ലൈ ചെയ്താൽ നമുക്ക് അഡ്മിഷന് ഹയർ ചാൻസസ് ആണ്. സോ കഴിഞ്ഞ എപ്പിസോഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജർമ്മനിയിൽ ബാച്ചിലേഴ്സ് അതും ഫ്രീ എഡ്യൂക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 13 years ഓഫ് എഡ്യൂക്കേഷൻ വേണം എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രോപ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു ഡിഗ്രിക്ക് പോയിട്ട് ഡ്രോപ്ഡ് ആയി, അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? നമ്മളുടെ നാട്ടിൽ ഒരുപാട് പേര് 1-2 വർഷം ഡിഗ്രി പഠിച്ച് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. സോ അവർക്ക് ശരിക്കും ബാച്ചിലേഴ്സ് ഇൻ ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റീസ്, അതായത് ഈ ഫ്രീ എഡ്യൂക്കേഷൻ ഓപ്ഷൻസ് ഒക്കെ നോക്കാവുന്നതാണ്. കാരണം അവർ ഈ 13 years ഓഫ് എഡ്യൂക്കേഷൻ, ഈ ബേസിക് ക്രൈറ്റീരിയ ഫോർ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഫോർ ബാച്ചിലേഴ്സ് മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ തന്നെ ഒരുപാട് ഈ ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും ഒരു ബാച്ചിലേഴ്സിന്റെ ഓഫർ ലെറ്റർ എടുത്തു കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിൽ അവർക്ക് വളരെ വലിയൊരു എമൗണ്ട് ആണ് ഇൻ ടേംസ് ഓഫ് ട്യൂഷൻ ഫീസ് സേവ് ആവുന്നത്. 3 വർഷത്തെ ഫീസ് എന്ന് പറയുമ്പോൾ പുറത്ത് വേറെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 30-40 lakhs ആവുന്നതാണ്. ഇവിടെ വളരെ മാർജിനൽ ആയിട്ടുള്ള ഒരു എമൗണ്ടിൽ നമ്മൾക്ക് ബാച്ചിലേഴ്സ് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഡിഗ്രി ഡ്രോപ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എന്തായാലും ഇതൊരു സന്തോഷ വാർത്തയാണ്, ജർമ്മനിയിൽ ഫ്രീ ആയിട്ട് പഠിക്കാം എന്നുള്ളത്. ആൻഡ് ഓൾസോ IELTS നമുക്ക് ഒരു 6 ഉണ്ടെങ്കിൽ മാസ്റ്റേഴ്സും ചെയ്യാൻ പറ്റും. സോ ഒരു കാര്യം ജെന്യുവനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, IELTS പല പ്രാവശ്യം എഴുതിയിട്ട് പാസ്സാവാതെ അല്ലെങ്കിൽ ഒരു 6 കിട്ടാതെ ഇരിക്കുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ശരിക്കും വേറെ യൂറോപ്പിലെ ഓപ്ഷൻസ് ഒന്നും ഇല്ലേ? അവർക്ക് അവരുടെ യൂറോപ്യൻ ഡ്രീംസ് ഉപേക്ഷിക്കേണ്ട വരുമോ? IELTS ഇല്ലാതെ യൂറോപ്പിൽ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും പഠിക്കാം. ഇതിപ്പോഴും ഒരുപാട് പേർക്ക് അറിയില്ല. അതായത് കൺട്രീസ് ലൈക്ക് ഹംഗറി, ലാറ്റ്വിയ, ലിത്വേനിയ ആൻഡ് ഈവൻ ഫ്രാൻസ്, നമുക്ക് ഒരുപാട് ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് കോഴ്സ് ഓപ്ഷൻസ് വരുന്നുണ്ട്. സോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോ ട്യൂഷൻ ഫീസ് ആണ് വൺ തിങ്. ആൻഡ് സെക്കൻഡ്ലി, ഈ രാജ്യങ്ങളിലൊന്നും അധികം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒന്നും ചെന്ന് സാച്ചുറേറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഇവിടെ ഉണ്ട്. സോ അതൊക്കെ കുട്ടികൾ എക്സ്പ്ലോർ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ മറ്റ് കൺട്രീസിലും IELTS ഇല്ലാത്ത ഓപ്ഷൻസ് ഉണ്ടല്ലേ? ബട്ട് ലോ ട്യൂഷൻ ഫീ ആണെന്ന് പറഞ്ഞല്ലോ, ഏകദേശം എത്രയായിരിക്കും ട്യൂഷൻ ഫീ വരുന്നത്? കൺട്രീസ് ലൈക്ക് ഹംഗറി, ലാറ്റ്വിയ, ലിത്വേനിയ നമുക്ക് 2.5 ലക്ഷം തൊട്ടാണ് പെർ ഇയർ ട്യൂഷൻ ഫീസ് വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ലിവിങ് എക്സ്പെൻസസും മറ്റ് ഡെവലപ്ഡ് കൺട്രീസിനേക്കാളും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്
യൂറോപ്പിലേക്ക് ഒരു എൻട്രി നോക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ഈ കൺട്രീസ് നല്ലൊരു ചോയ്സ് ആണ്. സോ IELTS ഇല്ലാതെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റുന്ന 3 കൺട്രീസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ലാറ്റ്വിയ, ലിത്വാനിയ, ഹംഗറി അല്ലേ. സോ ഈ 3 കൺട്രീസിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും. സോ നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് ഏത് കൺട്രിയിലേക്കാണ് പോകേണ്ടതെന്ന് അറിയാനായിട്ട് കുറച്ചധികം ഡീറ്റെയിൽസൂടെ പറഞ്ഞു തരാൻ പറ്റുമോ? ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഹംഗറി. ഓസ്ട്രിയയുടെ തൊട്ടടുത്തുള്ള ഒരു ബ്യൂട്ടിഫുൾ യൂറോപ്യൻ കൺട്രിയാണ് ഹംഗറി. ആൻഡ് ഇവിടെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് ലിവിങ് എക്സ്പെൻസ് വളരെ കുറവാണ്. അതായത് റെൻ്റ് ആവട്ടെ, പൊതുവെ സാധനങ്ങളുടെ വില ആവട്ടെ, കമ്പയർ ടു അതർ യൂറോപ്യൻ കൺട്രീസ് വളരെ കുറവാണ്. ആൻഡ് അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലാണെങ്കിൽ ട്യൂഷൻ ഫീസും വളരെ അഫോർഡബിൾ രീതിയിലാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വരുന്നത്. ആൻഡ് ഓൾസോ ഹംഗറിയിൽ അങ്ങനെ ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഒന്നും വന്ന് സാച്ചുറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹംഗറിയിൽ IELTS ഇല്ലാതെ പഠിക്കാമെന്ന് മനസ്സിലായി. അതുപോലെ ലോ ബഡ്ജറ്റ് ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴും ജർമ്മനി, ഓസ്ട്രിയ പോലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് പോലെ ഇവിടെ സ്കോളർഷിപ്സ് പോലെ ഒക്കെ കൊടുക്കുന്നുണ്ടാവുമോ? ഹംഗറിയിൽ സ്കോളർഷിപ്പ് വേണമല്ലേ? എന്നാൽ കേട്ടോ, സ്റ്റൈപ്പൻഡിയം ഹംഗേറിക്കം, എ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് പ്രോഗ്രാം ബൈ ദ ഹംഗേറിയൻ ഗവൺമെൻറ് ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. ഇതിൽ കവർ ചെയ്യുന്നത് അവരുടെ മൊത്തം ട്യൂഷൻ ഫീ എക്സ്പെൻസ്, പിന്നെ അക്കോമഡേഷൻ്റെ എക്സ്പെൻസും ഇവർ കവർ ചെയ്യും. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഫീസ്, അതുപോലെ മന്ത്ലി ലിവിങ് എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റൈപ്പൻഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എല്ലാത്തിനും ഉപരി 1 വേ എയർ ടിക്കറ്റും ഈ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഫോർ ദ സ്കോളർഷിപ്പ് സ്റ്റുഡൻസ്. സോ ഇതൊരു സെപ്പറേറ്റ് ആപ്ലിക്കേഷനാണ്, റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ക്യാൻ ജസ്റ്റ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദിസ്. അപ്പോൾ ഇത്രയധികം സ്കോളർഷിപ്സും ഗവൺമെൻറ് സപ്പോർട്ടും തരുന്ന ഒരു കൺട്രിയാണ് ഹംഗറി എന്നുള്ളത് ഒരു സർപ്രൈസിങ് ഫാക്ട് തന്നെ ആയിരിക്കും നമ്മുടെ സ്റ്റുഡൻസിന് അല്ലേ. സോ ഏതായാലും ഹംഗറി നല്ലൊരു ഓപ്ഷനാണ്. ബട്ട് വാട്ട് അബൌട്ട് ലാറ്റ്വിയ? ലാറ്റ്വിയയുടെ ബെനിഫിറ്റ്സും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ? ലാറ്റ്വിയ ഈസ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് വേസ് ടു യൂറോപ്പ് നൗ. കാരണം വിത്തൗട്ട് IELTS നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിസ അക്സെപ്റ്റൻസ് റേറ്റ് ഫോർ ഇന്ത്യൻസ് ഇപ്പം വരുന്നുണ്ട്. ആൻഡ് പഠിക്കാനാണെങ്കിൽ നമ്മൾ ട്യൂഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 2 lakhs ഓൺവേർഡ്സ് ആണ് ട്യൂഷൻ ഫീ വരുന്നുള്ളൂ ഇൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. ഇഫ് യു സീ പാർട്ട് ടൈമിനാണെങ്കിൽ നമുക്ക് 20 hours per week വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. കോഴ്സ് ഓപ്ഷൻസും നമുക്ക് IT, ബിസിനസ്, എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരുപാട് കോഴ്സ് ഓപ്ഷൻസ്, ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും വരുന്നുണ്ട്. ഓവറോൾ ഈവൻ ആസ് എ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ സിറ്റീസ് ലൈക്ക് റിഗ നല്ല ഒരു എൻറിച്ച്ഡ് ആയിട്ടുള്ളൊരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഉള്ള ഒരു സിറ്റിയാണ്. സോ ഐ തിങ്ക് ലാറ്റ്വിയ ഈസ് ഓൾസോ വൺ ഓഫ് ദ ഡെസ്റ്റിനേഷൻസ് ദാറ്റ് സ്റ്റുഡൻസ് ഷുഡ് എക്സ്പ്ലോർ. അപ്പോൾ നമ്മൾ ഹംഗറി, ലാറ്റ്വിയ ഇങ്ങനെയുള്ള കൺട്രീസിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അറിഞ്ഞു. ഇനി നമുക്ക് ലിത്വാനിയ കൂടെ ഉണ്ട് ഇന്നത്തെ സെഷനിൽ. അപ്പം വാട്ട് അബൌട്ട് ലിത്വാനിയ? എന്താണ് ബെനിഫിറ്റ്സ്? ലിത്വാനിയ ഇസ് നൗ വൺ ഓഫ് ദ സേഫസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമീസ് ഇൻ യൂറോപ്പ് നൗ. സോ ഇവിടെ പഠിക്കാനായിട്ട് നമുക്ക് IELTS വേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക്. ആൻഡ് ഓൾസോ ട്യൂഷൻ ഫീസും വളരെ അഫോർഡബിൾ ആണ്. ഒരു 2 lakhs ഓൺവേർഡ്സ് ഒക്കെയാണ് വരുന്നുള്ളൂ. കോഴ്സ് ഓപ്ഷൻസ് ആണെങ്കിൽ നമുക്ക് IT, അതുപോലെ ബിസിനസ്, ലൈഫ് സയൻസസ്, ഈവൻ മെഡിക്കൽ കോഴ്സസും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇവിടെ പഠിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതും ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ. ഓവറോൾ കോസ്റ്റ് ഓഫ് ലിവിങ്ങും ലിത്വേനിയയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു അഫോർഡബിൾ ഡെസ്റ്റിനേഷനായിട്ട് ലിത്വേനിയ ഇപ്പോൾ ട്രെൻഡിങ് ലിസ്റ്റിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇൻ യൂറോപ്പ്. സോ ഡെഫിനറ്റ്ലി യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട് ആസ് വെൽ. ഇപ്പോൾ ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ കുറേ ആളുകൾക്കൊരു ധാരണയുണ്ട് ഈ സ്റ്റഡി അബ്രോഡ് ഏജൻസീസ് എല്ലാം ഒരു സ്കാമാണ് എന്നുള്ളത്. അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോക്കാണ് എന്നുള്ള രീതിയിലൊക്കെ പലരും പറയാറുണ്ട്. സോ ഇതിൽ എത്രമാത്രം ശരിയുണ്ട് എന്ന് നമുക്കൊന്ന് പറഞ്ഞുതരാമോ? ദിസ് ഇസ് എ വെരി കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ. കാരണം നമുക്ക് എല്ലാ ഏജൻസിയും സ്കാം ആണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ എല്ലാ ഏജൻസിയും പെർഫെക്റ്റ് ആണ് അങ്ങനെയും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ലൈക്ക് ഇൻ എനി ബിസിനസ് ദർ ആർ ദ ബെസ്റ്റ് and they're the worst. So ഞാൻ ആരെയും താഴ്ത്തി പറയില്ല, പക്ഷേ we have had a lot of students coming to us who have had bad experiences with agencies and have lost lot of their time and money in their process. So ഈ പുറത്തു പോയി പഠിക്കാൻ നോക്കുന്നവർ ഏറ്റവും പ്രയോറിറ്റിയോടുകൂടി സെലക്ട് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് ഒരു റൈറ്റ് ഏജൻസി. ആൻഡ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ഡിജിറ്റലി അവൈലബിൾ ആണ്. അതായത് ഇഫ് യു സീ ദ സോഷ്യൽ മീഡിയ, അവരുടെ പ്രീവിയസ് സ്റ്റുഡൻറ്റ് സക്സസ് സ്റ്റോറീസ്, സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക്, ഗൂഗിൾ റിവ്യൂസ്, അവരുടെ ഇയേഴ്സ് ഓഫ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റഡി അബ്രോഡ്, അവർക്ക് എത്ര ഓഫീസുകളുണ്ട്, അവരുടെ ടീം സ്ട്രെങ്ത് എങ്ങനെയാണ്, അവരുടെ കൺട്രി വൈസ് എക്സ്പെർട്ടീസ് എങ്ങനെയാണ്, എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ഒരു മൊത്തത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയാൻ പറ്റും. സോ അങ്ങനെ വേണം നമ്മളൊരു ഏജൻസീനെ ഫൈനലൈസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ കീർത്തന പറഞ്ഞല്ലോ
ചില സ്റ്റഡി അബ്രോഡ് ഏജൻസീസിൽ നിന്ന് കുറച്ച് ബാഡ് എക്സ്പീരിയൻസസ് ആയിട്ട് നമുക്ക് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മളതുവരെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. സോ എന്തായിരുന്നു ശരിക്കും അവർ നേരിട്ട ബാഡ് എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ സോർട്ട് ചെയ്തത്? സോ അവരുടെ സ്റ്റോറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യുമോ? പ്രൊഫൈൽ വെച്ച് കിട്ടില്ല എന്നറിഞ്ഞിട്ടും ഈ ഏജൻസീസ് കിട്ടാത്ത യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്ത് ഒരുപാട് ക്യാഷും സമയം കളഞ്ഞിട്ടുള്ള ഒരുപാട് കേസസ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് നമ്മുടെ റീസെൻറ്റ് സ്റ്റുഡൻറ്റ് റിയ. സോ ആളൊരു ഏജൻസിയിൽ നിന്ന് അയർലൻഡാണ് ആദ്യം ട്രൈ ചെയ്തത്. അങ്ങനെ ഫീസ് അടച്ച് ലാസ്റ്റ് വിസയുടെ സമയമായപ്പോൾ ഫിനാൻസ് ഡോക്യുമെൻറ്റ്സ് പ്രോപ്പർലി സബ്മിറ്റ് ചെയ്യാതെ ആ വിസ റിജക്റ്റ് ആയി. അപ്പോൾ അവിടെ റീഫണ്ട് വരുന്നു, അങ്ങനെ കുറേ ക്യാഷ് പിടിക്കുന്നു, കുറേ സമയം നഷ്ടം. പിന്നെ അടുത്തത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ജർമ്മനി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് വേറൊരു ഏജൻസിനെ സമീപിക്കുന്നു. അവർക്ക് ഒരു ഓഫർ ലെറ്റർ പോലും ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ആൻഡ് ഇതൊന്നും എടുക്കാതെ തന്നെ വിസ അപ്പോയിൻമെൻറ്റ് എടുത്തു കൊടുത്തു. അതെന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ആൻഡ് ഫൈനലി ഷീ കെയിം ടു അസ്. ആൾ ഡേറ്റ സയൻസിലൊരു പ്രിഫറൻസ് മാത്രം ആണ് പറഞ്ഞത്. ആൻഡ് വി വർ സോ ഗ്ലാഡ് ദാറ്റ് വി കുഡ് ഗിവ് ഹർ 4 ഓഫർ ലെറ്റേഴ്സ് ഫ്രം ഓസ്ട്രിയ പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. ആൻഡ് ഈ ഓസ്ട്രിയയുടെ ഓഫർ ഡേറ്റ സയൻസിൻ്റെ ആൾക്ക് പോസ്റ്റായിട്ട് കയ്യിലാണ് കിട്ടിയത്. അത് കിട്ടിയപ്പോൾ ആൾ വിറച്ചു എന്നാണ് പറഞ്ഞത്. കാരണം ഇറ്റ് വാസ് ഹർ ഡ്രീം ആൻഡ് വി കുഡ് സംഹൗ ഹെൽപ്പ് her in fulfilling that dream, and we are so glad we could help such students. ഒരു ഏജൻസിയുടെ മിസ്റ്റേക്ക് കാരണം 2 തവണ വിസ റിജക്റ്റ് ആയിട്ട് നമ്മളടുത്ത് വന്നൊരു സ്റ്റുഡൻ്റാണ് സയന. സയന ആദ്യം ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ സ്റ്റുഡൻറ്റ് വിസയാണ് നോക്കിയത്. സോ ഈ ചെക്കിൻ്റെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അക്കോമഡേഷൻ ഒരു ഡോക്യുമെൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2 തവണയും ഈ ഏജൻസിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ റിജക്ഷൻ ഇങ്ങനെ വരുമ്പോൾ ആൾ ആകെ ഒരു ഡിപ്രഷൻ ഒരു സ്റ്റേജിലായിരുന്നു നമ്മുടെ അടുത്ത് വന്നത്. ആൻഡ് we could give her University of Vienna, 95th rank in the whole world. അങ്ങനെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായി ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ഹൈ റാങ്ക് യൂണിവേഴ്സിറ്റി നമ്മൾക്ക് ആൾക്ക് കൊടുക്കാൻ പറ്റി. എൻജിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് ആയിട്ട് നമ്മൾ ജർമ്മനിയിലേക്കുള്ളൊരു ഓഫർ ലെറ്റർ എടുത്ത് കൊടുത്തിട്ടും ഓസ്ട്രിയക്ക് കയറിപ്പോയുള്ളൊരു സ്റ്റുഡൻറ്റ് ഉണ്ട്, എലിസബത്ത്. എൻജിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ളവർക്കും നമുക്ക് ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ബാച്ചിലേഴ്സ് പഠിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓഫർ ലെറ്റർ എടുത്ത് കൊടുക്കുന്നു. പക്ഷേ ജർമ്മനിക്ക് അറിയാലോ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ട്. ബട്ട് അത് ആൾക്ക് അങ്ങ് അറേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നും പേടിക്കേണ്ട, നമുക്ക് ഓസ്ട്രിയയും കൂടെ അപ്ലൈ ചെയ്ത് തരാം. അങ്ങനെ ഓസ്ട്രിയക്ക് ഓഫർ വന്നു. ബ്ലോക്ക്ഡ് അക്കൗണ്ട് റിക്വയർമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ആൾക്ക് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ഓസ്ട്രിയയിൽ എത്താൻ പറ്റി. ഷീ ഈസ് സ്റ്റഡിയിങ് ബാച്ചിലേഴ്സ് ആൻഡ് ഓൾസോ ഇസ് വർക്കിംഗ് ഓൺ എ വെരി ഗുഡ് പാർട്ട് ടൈം ജോബ് as വെൽ. സോ അങ്ങനത്തെ കേസസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഓസ്ട്രിയ ചെയ്യും എന്ന് പറയപ്പെടുന്ന ഒരു ഏജൻസിയിൽ നിന്ന് ഓഫർ ലെറ്റർ എടുത്തു. പക്ഷേ ആ ഏജൻസിക്ക് നെക്സ്റ്റ് സ്റ്റെപ്സ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്ന 2 പേരാണ് അർജുൻ ആൻഡ് അനയ്. ഇവർക്ക് എന്താ ഈ ഓഫർ ലെറ്റർ കിട്ടിയിട്ട് ആകെ ഒരു സ്റ്റക്കായി പോയൊരവസ്ഥയായിരുന്നു. പക്ഷേ ദെൻ they came to us and we were so happy that they are now currently studying in Austria. നമ്മൾക്ക് കംപ്ലീറ്റ് വിസ അസിസ്റ്റൻസും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റി. സോ അങ്ങനെയും നമുക്ക് കേസസ് ഉണ്ടായിട്ടുണ്ട് വേറിൻ സ്റ്റുഡൻസ് ആർ സ്റ്റക്ക് വിത്ത് ദെയർ ഓഫർ ലെറ്റേഴ്സ്. ബിക്കോസ് നമുക്കിതൊരു വലിയ പ്രോസസ്സാണ് ഓസ്ട്രിയയുടെ വിസ എന്ന് പറയുമ്പോൾ. യു ഹാവ് ടു ടേക്ക് ദി RP അപ്രൂവൽ ഫസ്റ്റ്, ദെൻ ഗോ ഫോർ ദ വിസ സബ്മിഷൻ. അപ്പോൾ ഇതിനൊക്കെ ഒരു എക്സ്പേർട്ടിൻ്റെ ഗൈഡൻസ് ഉണ്ടെങ്കിലേ പ്രോപ്പറായിട്ട് പ്രോംപ്റ്റ്ലി നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ സ്റ്റഡി അബ്രോഡ് അൺഫിൽറ്റേർഡിൽ നമ്മൾ പുതിയൊരു സെഗ്മെൻറ്റ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രൊഫൈൽസ് നമ്മൾ കീർത്തനയോട് പറയും. അതായത് ഒരു ഡിഗ്രി പാസ്സായ ആളാണെങ്കിൽ എത്ര മാർക്ക് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഏത് കൺട്രിയാണ് കീർത്തന സജസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ ഏതൊക്കെ കോഴ്സസ് ആയിരിക്കും ഏറ്റവും നല്ലത്, അങ്ങനെ എന്താ പറയുക ഒരു റാപ്പിഡ് ഫയർ എന്നുള്ള രീതിയിൽ കീർത്തനയോട് നമ്മൾ ചോദിക്കുന്നതായിരിക്കും. സോ നിങ്ങളുടെ പ്രൊഫൈലും ഇതിനോട് മാച്ചിങ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഏതായാലും ഈ ഒരു റാപ്പിഡ് ഫയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യമത്തെ പ്രൊഫൈൽ എന്ന് പറയുന്നത് BCom 80% and above, IELTS 6.5. എനി കൺട്രി ഈസ് പോസിബിൾ. ബട്ട് കുറച്ചുകൂടെ ഫ്രീ എഡ്യൂക്കേഷൻ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ജർമ്മനി, ഓസ്ട്രിയ വുഡ് ബി ബെറ്റർ. 12th Biomaths 60% and above, IELTS 6.5. Again, any country is possible, but on a cost-effective free education note, Austria. BCA 50% and above and no IELTS. I would suggest Hungary, Latvia, Lithuania would be better. Engineering dropout 12th 60% and above,
IELTS 6.5. ഫ്രീ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ജർമ്മനി ആൻഡ് ഓസ്ട്രിയ വാസ് ഓൾസോ ഗുഡ് ചോയ്സ്. Great. So BBA 60% and above and no IELTS. ഫ്രാൻസ്, നോ IELTS ആകുമ്പോൾ ഫ്രാൻസ്. അതുപോലെ ഹംഗറി, ലാറ്റ്വിയ, ലിത്വേനിയ നോക്കാം. സോ ഇറ്റ്സ് റിയലി ഗ്രേറ്റ് ന്യൂസ്. 50% അബോ ആയിട്ടുള്ള മാർക്സിനും അതുപോലെ വിത്തൗട്ട് IELTS കോഴ്സസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലേ. സോ ഗ്രേറ്റ്. സോ ഇനിയും കൂടുതൽ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്പാൻ ഇന്റർനാഷണലിനെ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് ഇപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ആൻഡ് കമൻസ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാവുന്നതാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് കീർത്തനെ ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മളുടെ സ്പാൻ ഇന്റർനാഷണൽ ആക്ച്വലി 17 years ആയിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. ദാറ്റ്സ് എ വെരി ബിഗ് ജേർണി ആക്ച്വലി, ബിക്കോസ് 17 years എന്ന് പറയുമ്പോൾ പല കൺട്രി ട്രെൻഡ്സ് കണ്ടുവന്ന ഒരു കമ്പനിയാണ് സ്പാൻ ഇന്റർനാഷണൽ. ആൻഡ് റൈറ്റ് നൗ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണോ അല്ലേ, ആ ഒരു ട്രെൻഡിനോടൊപ്പം പോവുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സ്പാൻ ഇന്റർനാഷണൽ. സോ ഏതായാലും വൺസ് അഗൈൻ വിഷിംഗ് കീർത്തന ഗ്രേറ്റ് ജേർണി അഹെഡ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ. See you again in our next episode of Study Abroad Unfiltered. Thank you. See you soon.